അയ്യപ്പ സംഗമം തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾക്ക് സംഭവം പിടികിട്ടിയിരിക്കുന്നു. മൂന്നാം ഭരണം ലക്ഷ്യമിടുന്ന പിണറായി വിജയൻ ഒറ്റയ്ക്കല്ല, കൂടെ മറ്റൊരു മുഖ്യമന്ത്രിയെയും കൂടി സൃഷ്ടിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ വളരെ ശ്രേഷ്ഠമായ ഒരു സമുദായത്തിൻ്റെ സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ട് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ മുഴുവൻ പുലഭ്യം പറയുന്ന വെള്ളാപ്പള്ളി നടേശന് പച്ചപ്പരവതാനി വിരിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഏക വിനോദം. വിശ്വാസികൾ ആരും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു പേക്കൂത്തായി ഈ ആഗോള അയ്യപ്പ സംഗമം മാറുമ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വം എന്ന മഹത്തായ ഒരു ഭരണ സംവിധാനത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് ഈ മുഖ്യൻ പിണറായി വിജയനും അഭിനവ മുഖ്യൻ വെള്ളാപ്പള്ളി നടേശനും ചേർന്ന് സ്പോൺസർമാരെ ഉപയോഗിച്ച് നടത്തിയ ഒരു മാമാങ്കമായി അത് മാറിയിരിക്കുകയാണ്. ദേവസ്വത്തിൻ്റെ പണം അത് ദൈവിക കാര്യങ്ങൾക്കാണ് എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഈ സംഗമം മാമാങ്കമാക്കാനുള്ള പണം പിരിച്ചെടുക്കാൻ എളുപ്പമായി. പെൻഷൻ കിട്ടാതെയും കിറ്റ് കാണാനില്ലാതെയും പാവങ്ങൾ അഷ്ടിക്ക് വകയില്ലാതെ നിൽക്കുമ്പോൾ പുണ്യമായ പമ്പയുടെ മാർത്തട്ടിൽ നടത്തുന്ന ഈ പേക്കൂത്തുകൾക്ക് ഇഷ്ടം പോലെ പണമാണുള്ളത് എന്ന് ആ ഉദ്ഘാടന വേദി കണ്ടാൽ തന്നെ നമുക്കറിയാം. മുഖ്യമന്ത്രിയുടെ കാറിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് സംഗമവേദിയിലേക്ക് എത്തിയത്. ഏതു മതമായാലും അവരവരുടെ വിശ്വാസങ്ങളെ മഹത്തരമായി കാണണമെന്നതുപോലെ തന്നെ മറ്റുള്ള മതങ്ങളെയും മഹത്തരമായി കാണണമെന്ന് പഠിപ്പിച്ച ഒരു മഹാത്മാവിൻ്റെ നാമം കൊണ്ട് അനുഗ്രഹീതമായ സംഘടനയുടെ തലപ്പത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും പുലഭ്യം പറയുന്ന വെള്ളാപ്പള്ളിയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു പരിപാടിക്കാണ് കേവലം മുഖ്യൻ തുടക്കം കുറിച്ചത്. ഒരു വലിയ വിശ്വാസ സമൂഹം നെഞ്ചിനുള്ളിൽ കൊണ്ടുനടന്ന ആചാരങ്ങളെ തകർക്കാൻ ശബരിമല ധർമ്മശാസ്താവിൻ്റെ അടുത്തേക്ക് സ്ത്രീകളെ കയറ്റിവിടാൻ നേതൃത്വം നൽകിയ ഒരു മുഖ്യമന്ത്രി അതിൻ്റെ ശാപവും പേറി ഈ ഭരണകാലത്തിൻ്റെ സായാഹ്നത്തിൽ നടത്തുന്ന ഒരു പ്രായശ്ചിത്ത സംഗമത്തിന് കൂടെ നിൽക്കാൻ ഒരാളുമില്ലാതായിരിക്കുമ്പോഴാണ് അവിടെ വെള്ളാപ്പള്ളി നടേശനെ ഒക്കെ തിരുത്തി നടക്കുന്നത്. മതം വ്യത്യാസമാണെങ്കിലും മതേതരത്വത്തിൻ്റെ മണ്ണാണ് മലപ്പുറം. ആ മലപ്പുറത്തുള്ളവരെയെല്ലാം ആക്ഷേപിച്ച് ഒരു ജില്ലയെ മുഴുവൻ അധിക്ഷേപിച്ച് മതങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള എല്ലാ വെടിക്കോപ്പുകളും അവിടെ എറിഞ്ഞുകൊടുത്ത് കടന്നുപോയ ഒരാളെ തിരുവിതാംകൂറിൽ മാലയിട്ട് സ്വീകരിച്ചയാളാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, അയ്യപ്പ സംഗമം എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണ്. അതിന്ന് മനസ്സിലായിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ജനകോടികൾ വിശ്വാസപൂർവം കയറുന്ന പുണ്യമലയെ കളങ്കപ്പെടുത്താൻ നോക്കിയ ഒരാളും മതേതര മണ്ണിനെ കലാപഭൂമിയാക്കാൻ വേണ്ടി വിത്തുപാകിയ മറ്റൊരാളും മാത്രം താല്പര്യമെടുത്തു നടത്തിയ, അതിന് ദേവസ്വം ബോർഡിൻ്റെ പേര് നൽകിയ ഒരു പരിപാടി മാത്രമായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളം കണ്ടത്. ഇവരെ കരുതിയിരിക്കുകയാണ് കേരളത്തിൻ്റെ മണ്ണ്. അതിനും മുന്നിൽ നിൽക്കുന്നത് മലപ്പുറമായിരിക്കും.